മീനൻ രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 12ലാണ് രാഹു. ആ മീനൻ രാശിയിൽ ശനീശ്വരൻ നിൽക്കേണ്ടത് 12ലേക്ക് നമുക്ക് രാഹു വരികയും ചെയ്യാണ്. അപ്പോൾ മീനൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം രാഹു കേതുക്കളിൽ നിന്നും അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ തർക്കങ്ങളിലൂടെ ഒരു കോടതി വെറുതെ ഒരു ചെറിയൊരു കേസാണെങ്കിൽ അത് കേസായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കണക്കാക്കുക. നമുക്ക് 12ലാണ് രാഹു. പിന്നെ ഒരാളുമായിട്ട് നമ്മൾ തർക്കത്തിലെത്തുമ്പോൾ ഞാൻ കോടതിയിലേക്കോ കേസിലേക്കോ പോകരുത്. അപ്പോൾ മാക്സിമം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ മീനൻ രാശിയാണ്. ഇപ്പം രാഹു മെയ് 18-ാം തീയതിയാണ് ഇതിലേക്ക് മാറുന്നത്. ഇപ്പം ശനീശ്വരൻ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടിയൊരു മീനൻ രാശി. അപ്പം ആ നക്ഷത്രക്കാർ ഏഴരശനിയുടെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ രാഹു 12ലാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ എനിക്ക് ഏഴരശനിയാണ് അല്ലെങ്കിൽ എനിക്ക് രാഹു ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുവാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. ചിലപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് എന്താ പറ്റണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക. ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറണമെന്ന് പ്രാർത്ഥിക്കുക. ശിവന്റെ അമ്പലത്തിൽ പോവുക, തൃപ്പുക എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനുള്ള ഒരു നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് രാഹു നമുക്ക് മാറ്റം തരുന്നതാണ്.